ഒരു സെറ്റിന് അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബൗണ്ടഡ് എബോ എന്ന് പറയും. ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബൗണ്ടഡ് ബിലോ. അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും രണ്ടും ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബൗണ്ടഡ്. ഇനി ബൗണ്ടഡ് സെറ്റ്സിന്റെ സുപ്രീമം, ഇൻഫിമം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആവുന്നത് എപ്പോഴാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടെ റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡൊമൈനും റേഞ്ചും റിയൽ നമ്പേഴ്സും അതിന്റെ സബ്സെറ്റ്സും ആയിട്ട് വരാവുന്ന ഫംഗ്ഷൻസ് ഒക്കെയും റിയൽ ഫംഗ്ഷൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് വരുന്ന സമയത്ത് നമുക്കറിയാം ഡൊമൈൻ റിയൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ എക്സുകളും എക്സ് ആക്സിൽ മാർക്ക് ചെയ്യാറുണ്ട്. ആൻഡ് റേഞ്ച് വൈ വാല്യൂസ് ആണ്, അതുകൊണ്ട് വൈ ആക്സിൽ മാർക്ക് ചെയ്യാറുണ്ട്. ഈ എക്സും വൈയും കൂടെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഗ്രാഫ് ഒക്കെ ഇങ്ങനെയൊക്കെ വരും. സോ ഈ റീജിയൻ ആണ് നമ്മൾ അതിന്റെ ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. സേ ഡി ആന്ന് വിചാരിച്ചോളൂ. ഫംഗ്ഷൻ എഫ് ആണെങ്കിൽ ഇമേജുകൾ എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂസ് ആണ്. സോ ദിസ് ഈസ് ഇമേജ് സെറ്റ്. അതിനെ എഫ് ഓഫ് ഡി എന്ന് വിളിക്കാം. ഈ പറയാൻ പോകുന്നത് ഈ ഫംഗ്ഷൻ എഫ് നമുക്ക് വേണമെങ്കിൽ പറയാം ഇറ്റ്സ് എ ഫംഗ്ഷൻ ഫ്രം ഡി ടു എഫ് ഓഫ് ഡി. അത് എപ്പോഴാണ് ബൗണ്ടഡ് ആവുക, എപ്പോഴാണ് അൺബൗണ്ടഡ് ആവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടാണ്. അപ്പോൾ ഫംഗ്ഷൻ ബൗണ്ടഡ് ആവണമെങ്കിൽ ഈ ഇമേജ് സെറ്റ് ബൗണ്ടഡ് ആണ്. ഇമേജ് സെറ്റിന് അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബൗണ്ടഡ് എബോ. ഇമേജ് സെറ്റിന് ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബൗണ്ടഡ് ബിലോ. ഇമേജ് സെറ്റ് ആയത് എഫ് ഓഫ് ഡിക്ക് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും രണ്ടും ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ക്ലിയർലി ബൗണ്ടഡ്. നോക്കാം അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്. ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. ഗിവൺ എഫ് ഫ്രം ഡി ടു ആർ, ഡി എന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് എഫ്. ആൻഡ് എഫ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് വെർ എക്സ് ബിലോങ്സ് ടു ഡി, ഇമേജുകളുടെ കളക്ഷൻ ആണ്. If f of d, that is set of all f of x where x belongs to d, is bounded above, അപ്പോൾ ഈ സെറ്റ് ബൗണ്ടഡ് above ആണെങ്കിൽ നമ്മൾ പറയുന്ന ഫംഗ്ഷൻ is bounded above. ഈ സെറ്റ് എപ്പോഴാണ് ബൗണ്ടഡ് above? the real നമ്പേഴ്സിന്റെ സബ്സെറ്റ് അല്ലേ. അപ്പോൾ അത് ബൗണ്ടഡ് above ആണെങ്കിൽ ഇതിലുള്ള എല്ലാ ആളുകളും ഒരു പർട്ടിക്കുലർ നമ്പറിനേക്കാൾ ചെറുതാണ്. ഇതിലുള്ള ആളുകളൊക്കെ ഇമേജുകളല്ലേ, അപ്പോൾ എഫ് ഓഫ് എക്സുകളല്ലേ. സോ ദിസ് is bounded above if there is a b such that f of x is less than or equal to b for all x belongs to d. എല്ലാ എക്സുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജുകൾ ബിനേക്കാൾ ചെറുതാവും, ചെറുതോ ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ ആ ബി നമുക്ക് ആ സെറ്റിന്റെ അപ്പർ ബൗണ്ട് എന്ന് വിളിക്കാം. ഇതേപോലെ if f of d is equal to set of all f of x where x belongs to d, അതായത് ഇമേജ് കളക്ഷൻ ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ നമ്മൾ പറയും the function is bounded below. അപ്പോൾ ഫംഗ്ഷൻ ബൗണ്ടഡ് above, ഫംഗ്ഷൻ ബൗണ്ടഡ് ബിലോ ഒക്കെ ഇമേജ് സെറ്റിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ്. ഇതെപ്പോഴാ ബൗണ്ടഡ്, ഇമേജ് സെറ്റ് എപ്പോഴാ ബൗണ്ടഡ് ബിലോ ആവുക? if there is a number a real number a such that എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്? ഇതിലുള്ള എല്ലാവരും a-നേക്കാൾ വലുതായിരിക്കണം. അപ്പോഴല്ലേ a-നെ ലോവർ ബൗണ്ട് ഓഫ് ദാറ്റ് ഇമേജ് സെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സുകളൊക്കെയും a-നേക്കാൾ വലുതായിരിക്കണം. so a is less than or equal to f of x for all x belongs to d. അങ്ങനെ a ഉണ്ടെങ്കിൽ ആ a ലോവർ ബൗണ്ട് ആവും, ആ സെറ്റ് ഏതായി? ബൗണ്ടഡ് ബിലോ ആയി. ഇനി ബൗണ്ടഡ് എബോവ് ബൗണ്ടഡ് ബിലോ കൂടിയാണെങ്കിൽ simply that set is bounded, ഏത് സെറ്റ്? ഇമേജ് സെറ്റ് is bounded, അല്ലെങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷൻ is bounded. അപ്പോൾ അത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഇങ്ങനെ പറയും there exists a and b such that a less than or equal to f of x less than or equal to b എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. a ന്റെയും b ന്റെയും ഇടയിലാവുന്ന രീതിയിൽ ഒരു a b ഉണ്ടെങ്കിൽ f of x ബൗണ്ടഡ് എന്ന് പറയാം. പക്ഷെ അതിനെ ഒന്ന് മാറ്റി ഇങ്ങനെ പറയാം if there exists m belongs to R such that modulus of f of x is less than or equal to m. അങ്ങനെ ഒരു m ഉണ്ടാവും. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ? f of x ആയത് ഇമേജ് സെറ്റിന്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആവുന്ന രീതിയിൽ ഒരു m എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഫംഗ്ഷൻ നമുക്ക് ഏതെന്ന് വിളിക്കാം? ബൗണ്ടഡ് എന്ന് വിളിക്കാം. ഒന്നുകൂടെ നോക്കൂ. മോഡുലസ് ഓഫ് f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണെങ്കിൽ ഇതിനെ മോഡുലസിന്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് -m മോഡുലസ് -m ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു m എന്ന് എഴുതാമല്ലോ. അങ്ങനെ വരുമ്പോൾ m ഇമേജ് സെറ്റിന്റെ അപ്പർ ബൗണ്ടായി, -m ഇമേജ് സെറ്റിന്റെ ലോവർ ബൗണ്ടായി. അതായത് ഇമേജ് സെറ്റ് ബൗണ്ടഡ് അബോവ് ആണ്, ബൗണ്ടഡ് ബിലോ ആണ്, ഫംഗ്ഷൻ ഏതായി? ബൗണ്ടഡ് ആയി. നമ്മൾ എക്സാമ്പിൾസിലോട്ട് പോയാൽ നമുക്കറിയാവുന്ന കുറെ എക്സാമ്പിൾസ് കൺസിഡർ ചെയ്യാണ്. f of x equal to x square from R to R. R to R ആണ് ഫംഗ്ഷൻ വരുന്നതെങ്കിൽ
ഇങ്ങനെയാ ഗ്രാഫ് വരുന്നത്. സോ അതിന്റെ ഇമേജ് സെറ്റ് എന്ന് പറഞ്ഞാൽ 0 to infinity ആണ്. 0 is a lower bound, പക്ഷേ 0 to infinity ആയതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ബൗണ്ടഡ് എബോവ്. അപ്പൊ ഇമേജ് സെറ്റ് ബൗണ്ടഡ് എബോവ് അല്ല, അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എന്തെന്ന് പറയാൻ പറ്റില്ല, ബൗണ്ടഡ് എബോവ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ് ഇസ് ബൗണ്ടഡ് ബിലോ. അതേസമയം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഗ്രാഫ് നേരെ തിരിച്ച് ഇങ്ങനെയാണ്. അപ്പൊ ഇമേജ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ് ബിലോ ബട്ട് ബൗണ്ടഡ് എബോവ് ബൈ ദ നമ്പർ 0. 0യോ 1ഓ ഏത് വേണമെങ്കിൽ നമുക്ക് അതിന്റെ അപ്പർ ബൗണ്ട്സ് ആയിട്ട് പറയാം. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെയാണ്. അതിന്റെ ഇമേജ് സെറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആ, ബൗണ്ടഡ് എബോവ് അല്ല, ബൗണ്ടഡ് ബിലോ അല്ല. ഇറ്റ് ഇസ് നോട്ട് ബൗണ്ടഡ് എബോവ്, ഇറ്റ് ഇസ് നോട്ട് ബൗണ്ടഡ് ബിലോ, ഇറ്റ് ഇസ് നോട്ട് നെയ്തർ ബൗണ്ടഡ് എബോവ് നോർ ബൗണ്ടഡ് ബിലോ. അപ്പോ അതിനർത്ഥം ഇതൊന്നും തന്നെ എന്തല്ല, ബൗണ്ടഡ് ഫംഗ്ഷൻസ് അല്ല. ബൗണ്ടഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്, ബൗണ്ടഡ് എബോവ് ആണ്, ബൗണ്ടഡ് ബിലോ ആണ്. ഇനി ബൗണ്ടഡ് ഫംഗ്ഷൻസിലൂടെ കടന്നാൽ എക്സാമ്പിൾ ആയിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഗ്രാഫ് നമുക്കറിയാം ഇങ്ങനെയാണ്. ഇതിന്റെ മാക്സിമം വാല്യൂ വരുന്ന 1 ആണ്, മിനിമം വാല്യൂ വരുന്ന -1 ആണ്. സോ ഈ ഫംഗ്ഷന്റെ മോഡുലസ് എഫ് ഓഫ് എക്സിന്റെ മോഡുലസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എനിക്ക് 1 എന്ന് എഴുതാം. സോ ഇതിനെ അപ്പൊ ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് 1 ആയി, 2 എടുത്താലും 3 എടുത്താലും ഒക്കെ ഇത് ശരിയാവും. സോ ദിസ് ഫംഗ്ഷൻ ഇസ് ബൗണ്ടഡ്. ഇതേപോലെ തന്നെ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ R to R എടുത്തോണ്ടാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ if it is defined from -1 1 to R ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഗ്രാഫ് വരാവുന്നത് ഇത്രയേ ഉള്ളൂ, -1 1. -1 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 1, 1 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 1. സോ image collection is from 0 to 1 and modulus is less than 1. So that is bounded. ഇനി ഈ സെറ്റ് ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ ബൈ സുപ്രീമം പ്രോപ്പർട്ടി അതിനൊരു സുപ്രീമം ഉണ്ടാവും. സോ സുപ്രീമം ഓഫ് ദ ഫംഗ്ഷൻ ഇസ് ദ സുപ്രീമം ഓഫ് ദ ഇമേജ് സെറ്റ്. അതേപോലെ തന്നെ ഇൻഫിമം ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഇസ് ഇൻഫിമം ഓഫ് ദ ഇമേജ് സെറ്റ് എഫ് ഓഫ് എ. ഇത്രേ പറഞ്ഞോളൂ. ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം ഡി ടു ആർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് ഡി അതിന്റെ ഇമേജ് സെറ്റ് ആണെങ്കിൽ എഫ് ഇസ് ബൗണ്ടഡ് എബോവ് if f of d is bounded above. F is bounded below if f of d is bounded below. F is said to be bounded if f of d is both bounded above and bounded below. Allengil if there exists m such that modulus of f of x is less than or equal to m. ഇനി ഇതിലാകെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2-3 പ്രോബ്ലംസ് ആണ്. നോക്കാം. ആദ്യത്തെ പ്രോബ്ലം f from closed interval -1 1 to r defined by f of x equal to x square plus 3. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. -1 1 എന്നാ f of x equal to x square ഗ്രാഫ് നമുക്കറിയാം ഇങ്ങനെയാ ഗ്രാഫ് വരുന്നത്, +3. അപ്പൊ 3 ആഡ് ചെയ്തു, ഗ്രാഫ് ഇങ്ങനെയാണ്. This is f of x equal to x square plus 3. ശരി, 1 ആവുന്ന സമയത്ത് 4 വരും വാല്യൂ, ആൻഡ് -1 ആവുമ്പോഴും 4 തന്നെയാണ് വരുന്നത്. അതിനർത്ഥം ഇതിന്റെ ഇമേജ് എന്ന് പറയുന്നത് എവിടുന്നോട്ട് എവിടെ വരെ വരണം, 3 to 4. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന് 3 യൂണിറ്റ്സ് മുകളിലോട്ട് പൊന്തിച്ച് വെച്ചല്ലേ, അപ്പോ 3 തൊട്ട് 4 വരെയാണ്. സോ എഫ് ഓഫ് -1 1 is equal to image collection is from 3 to 4. So what is supremum? Supremum of f of x എന്ന് പറയുന്നത് ഏതിന്റെ സുപ്രീമം? ഈ സെറ്റിന്റെ സുപ്രീമം. ഈ സെറ്റിന്റെ സുപ്രീമം ഏതാണ്? 4 ആണ്. അതേപോലെ തന്നെ ഇൻഫിമം ഓഫ് f of x എന്ന് പറയുന്നത് ഇമേജ് സെറ്റിന്റെ ഇൻഫിമ, ഈ ക്ലോസ് ഇന്റർവൽ 3 4 ഇൻഫിമ, that is 3. രണ്ടാമത്തെ പ്രോബ്ലം, let f and g are real valued functions defined on D. ഒരു കോമൺ റീജിയനിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസ് ആണ് f ഉം d. Then if f of x less than or equal to g of x for all x belongs to D, then supremum of f of d is less than or equal to supremum of g of d. So supremum വേണമെങ്കിൽ ഈ f of d g of d ഒക്കെ ബൗണ്ടഡ് ഒക്കെ ആയിരിക്കണം.
അതൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാം. രണ്ടാമത്തെ കേസ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു ഡി. ഇത് രണ്ടും കാണുമ്പോൾ ഏകദേശം ഒരേപോലെ ഉണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. എഫും ജിയും രണ്ട് ഫംഗ്ഷൻസ് സെയിം ഡൊമൈനിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആ. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. ദിസ് ഇസ് എഫ് ആൻഡ് ജി ഇസ് ദ ഫംഗ്ഷൻ ഇതേ റീജിയനിലാണ്. ഇതാണ് ജി. അപ്പൊ അങ്ങനെ വരുമ്പോ ഏത് പോയിന്റ് നിങ്ങൾ ഡൊമൈനിൽ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റാ വരിക, ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഇനി എഫ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഇമേജിന്റെ കളക്ഷൻ ഇതാണ് എഫ് ഓഫ് ഡി വരിക. അപ്പൊ എന്താ സുപ്രീം ഓഫ് എഫ് ഓഫ് ഡി? ഈ വാല്യൂ. ഇനി എന്താണ് ജി ഓഫ് ഡി? ഇവിടെ തൊട്ട് ഇവിടെ വരെ. സോ ഇതാ ഈ പോർഷൻ ആണ് ജി ഓഫ് ഡി. എന്താ അതിന്റെ സുപ്രീമം? ഈ വാല്യൂ. സോ എഫിന്റെ മാക്സിമം വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജിയുടെ മാക്സിമം വാല്യൂ എന്നുള്ള രീതിയിൽ തന്നെ അവിടെ വരും. അങ്ങനെയാണ് രണ്ടാമത്തെ റിസൾട്ട് എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു ഡി. അപ്പൊ അത് എന്റെ ഡിഫറെന്റ് ആണ്. ഡി എന്ന് പറഞ്ഞ റീജിയൻ ഇത് എഫ്, എഫ് ഓഫ് എക്സിന്റെ എല്ലാ വാല്യൂസും ജി ഓഫ് വൈയുടെ എല്ലാ വാല്യൂസിനേക്കാളും ചെറുതോ ഈക്വൽ ആയിരിക്കും. അങ്ങനെ വരുമ്പോ ഈ എഫിന്റെ ഏറ്റവും മാക്സിമം വാല്യൂവിനേക്കാൾ വലുതായിരിക്കണം ജിന്റെ ഏറ്റവും മിനിമം വാല്യൂ. എഫിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ നമ്മൾ ഇവിടെ തൽക്കാലം സുപ്രീം എന്ന് വിളിക്കാം. അതിനേക്കാൾ വലുതായിരിക്കണം ജിയുടെ ഏറ്റവും മിനിമം വാല്യൂ. അടുത്തത്, if f of x is less than or equal to g of x for all x belongs to D, then in the f of D set of all f of x set that x belongs to D, and g of D is set of all g of x set that x belongs to D. രണ്ട് സെറ്റുകളാണ് f of D, g of D. ഇതിന്റെ സുപ്രീമും ഇതിന്റെ സുപ്രീമും എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. f of x is less than or equal to g of x for all x belongs to D. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം എഴുതാം. f of x is less than or equal to g of x is less than or equal to supreme of g of D. g of x കളേക്കാൾ ഒക്കെയും വലുതാണ് ഏത്? സുപ്രീം ഓഫ് g of D. ഒന്നാമത്തത് അപ്പർ ബൗണ്ട് ആണ്. ഏത് സെറ്റിന്റെ? ഈ സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആണ്. അങ്ങനെ വരുമ്പോൾ ഇതിലുള്ള എല്ലാ ആൾക്കാരെക്കാളും വലുതായിരിക്കും ഏത്? സുപ്രീം ഓഫ് g of D for all x belongs to D. ഇനിയിപ്പോ ഇതിനെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ എഫ് ഓഫ് എക്സുകളെക്കാളും വലുതാണ് ഈ പറഞ്ഞ ഈ നമ്പർ സുപ്രീം ഓഫ് ജി ഓഫ് ഡി. എല്ലാ എഫ് ഓഫ് എക്സുകളെക്കാളും വലുതാണെങ്കിൽ നമുക്ക് ഇതിനെ ആ സെറ്റിന്റെ ഏത് സെറ്റിന്റെ സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സിന്റെ അപ്പർ ബൗണ്ട് എന്നും വിളിച്ചുകൂടെ? Therefore, supreme of g of d is an upper bound of ഏത് സെറ്റാ? സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ്. സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് ഓഫ് ഡി. പക്ഷെ ഈ എഫ് ഓഫ് ഡി എന്ന് പറയുന്ന സെറ്റിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് ഇതെങ്കിൽ ഈ സെറ്റിന് സുപ്രീം ഉണ്ട്. ഈ സെറ്റിന് സുപ്രീം ഉണ്ടെങ്കിൽ അത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. ഇത് വേറൊരു അപ്പർ ബൗണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്തായിരിക്കും? ഈ സെറ്റിന്റെ സുപ്രീം ഓഫ് എഫ് ഓഫ് ഡി ഏതിനേക്കാൾ ചെറുതായിരിക്കണം? അതിന്റെ ഏത് അപ്പർ ബൗണ്ടിനേക്കാളും ചെറുതായിരിക്കും. ഇതാണ് നമുക്ക് വേണ്ടിയുള്ള റിലേഷൻ. ഇനി രണ്ടാമത്തെ നോക്കാം.
ഇവിടെ എത്ര ഉള്ളൂ? എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു ഡി. അപ്പൊ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഇവിടെ ഇതിന്റെ അർത്ഥം എഫ് ഓഫ് എക്സുകളൊക്കെയും എല്ലാ ജി ഓഫ് വൈനേക്കാളും എന്തായിരിക്കണം? ചെറുതായിരിക്കും. അതിന്റെ അർത്ഥം ഓരോ ജി ഓഫ് വൈകളും എഫ് ഓഫ് എക്സുകളുടെ സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആവും. Therefore, g of y is an upper bound of ഏത് സെറ്റ്? എഫ് ഓഫ് എക്സുകളുടെ സെറ്റ്, that is f of t, for all y belongs to d. അതായത് ഓരോ ജി ഓഫ് വൈയും ഏതിന്റെ അപ്പർ ബൗണ്ട് ആവണം? എഫ് ഓഫ് ടിയുടെ അപ്പർ ബൗണ്ട്. ഇപ്പൊ ജി ഓഫ് വൈ, നിങ്ങൾ ജി ഓഫ് വൈ എടുത്തോ, ആ ജി ഓഫ് വൈ എഫ് ഓഫ് ടിയുടെ അപ്പർ ബൗണ്ട് ആണ്. പക്ഷെ ഈ സെറ്റിനൊരു സുപ്രീം ഉണ്ട്. ഇത് വേറൊരു അപ്പർ ബൗണ്ട്. അപ്പൊ അതിന്റെ സുപ്രീമും ഈ അപ്പർ ബൗണ്ട് തമ്മിലുള്ള കണക്ഷൻ എന്തായിരിക്കണം? സുപ്രീം ആയിരിക്കണ്ടേ ചെറുത്. Therefore, നമുക്ക് പറയാം സുപ്രീം ഓഫ് ഏത് സെറ്റ്? എഫ് ഓഫ് ഡി is less than or equal to g of y, and this is true for every g of y. ഏത് ജി ഓഫ് വൈ എടുത്തു കഴിഞ്ഞാലും, ഏത് ജി ഓഫ് വൈ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അത് ഈ സെറ്റിന്റെ എന്താണ്? അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ ഇതിന്റെ സുപ്രീം is less than or equal to ഏത് വരണം? g of y for all y. ഇനിയിപ്പോ വീണ്ടും നിങ്ങൾ നോക്കുക, ജി ഓഫ് വൈകളെക്കാൾ ഒക്കെയും ചെറുത് ഒരു പർട്ടിക്കുലർ നമ്പർ, അത് വേരി ചെയ്യുന്നൊന്നുമില്ല, ഇതൊരു പർട്ടിക്കുലർ നമ്പറാണ്, ഇതാണ്. അത് ജി ഓഫ് വൈകളെക്കാൾ ഒക്കെയും ചെറുതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം therefore supreme of f of d എന്ന് പറയുന്ന ഈ നമ്പർ is a lower bound of ഏത് സെറ്റ്? g of y where y belongs to d അല്ലെങ്കിൽ g of d. ഇനി ഈ സെറ്റിന് ഇതൊരു ലോവർ ബൗണ്ട് ആണ്, പക്ഷെ ഇതിനൊരു ഇൻഫിം ഉണ്ട്. ആ ഇൻഫിമോ ഇവിടെ ഈ പറഞ്ഞ ലോവർ ബൗണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കണം വലുത്? ആ ഇൻഫിം ആയിരിക്കണം വലുത്. Therefore, നമുക്ക് കിട്ടും സുപ്രീം ഓഫ് എഫ് ഓഫ് ഡി is less than or equal to infim of g of d. നോക്കൂ അടുത്ത പ്രോബ്ലം. എഫും ജിയും രണ്ട് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ സെയിം ഡൊമൈൻ ഡി ആൻഡ് എഫ് ഓഫ് ഡി ജി ഓഫ് ഡി ഇമേജ് സെറ്റുകൾ ബൗണ്ടഡ് ആണ്. എന്തിനാ? സുപ്രീമംസ് ഒക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന രീതി. ബൗണ്ടഡ് ഫംഗ്ഷൻസിന് മാത്രമല്ലേ നമുക്ക് സുപ്രീമം പോസിബിൾ ആയിട്ടുള്ളൂ. ഇവിടെ സുപ്രീം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് സുപ്രീം ഓഫ് ജി ഓഫ് എക്സ് പ്രൂവ് ചെയ്യേണ്ടത്. എളുപ്പം പ്രൂവ് ചെയ്യാം. ലെറ്റ് supreme of f of x is equal to u and supreme of g of x is equal to v. അപ്പോൾ ശരിക്കും നമുക്ക് വേണ്ടി വരിക ഇത് u, ഇത് v. So u plus v. So u plus v f of x plus g of x കളുടെ സെറ്റിന്റെ സുപ്രീം എന്നല്ല പ്രൂവ് ചെയ്യേണ്ടത്. സുപ്രീം എന്നായിരുന്നു പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ ഇതൊരു അപ്പർ ബൗണ്ട് ആണെന്ന് പ്രൂവ് ചെയ്യണം. വേറെ ഏത് അപ്പർ ബൗണ്ട് എടുത്തു കഴിഞ്ഞാലും this is the least എന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. സുപ്രീം ആണെങ്കിൽ, സുപ്രീം ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് അതല്ല വേണ്ടത്. ഇത് സുപ്രീം ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതിന് ആകെ ചെയ്യേണ്ടത് ഇതൊരു അപ്പർ ബൗണ്ട് ആണെന്ന് പറയാൻ പറ്റിയാൽ മാത്രം മതി. അത് എളുപ്പം കഴിയും. സുപ്രീം എഫ് ഓഫ് എക്സ് യു ആണെങ്കിൽ എഫ് ഓഫ് എക്സുകൾ ഒക്കെയും ഏതിനേക്കാൾ ചെറുതായിരിക്കണം? യുവിനേക്കാൾ ചെറുതായിരിക്കണം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഡി. ആൻഡ് സുപ്രീം ഓഫ് ജി ഓഫ് എക്സ് വി ആണെങ്കിൽ ജി ഓഫ് എക്സുകൾ ഒക്കെയും വിനേക്കാൾ ചെറുതായിരിക്കണം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഡി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ we get f of x plus g of x is less than or equal to u plus v for all x belongs to d. അതിന്റെ അർത്ഥം u plus v ഏത് സെറ്റിന്റെ f of x plus g of x കളുടെ സെറ്റിന്റെ ഒരു അപ്പർ ബൗണ്ട് ആയി. Therefore u plus v is an upper bound of
the set f of x plus g of x where x belongs to D. അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സുകളുടെ സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആയത് ഈ സെറ്റ് ബൗണ്ടഡ് ആണെങ്കിൽ ഇതിനൊരു സുപ്രീം ഉണ്ടാവും. ആ സുപ്രീമും ഏത് അപ്പർ ബൗണ്ടിനേക്കാൾ ചെറുതായിരിക്കും. ഇവിടെ ഒരു അപ്പർ ബൗണ്ട് കിട്ടിയിട്ടില്ലേ യു പ്ലസ് വി, അതിനേക്കാൾ ചെറുതായിരിക്കണ്ടേ ഇതിന്റെ സുപ്രീമം. Therefore, supremum of the set f of x plus g of x ഏതിനേക്കാൾ ചെറുതായിരിക്കണം u plus v. And u എന്ന് പറഞ്ഞാൽ supremum of f of x. So less than or equal to supremum of f of x plus supremum of g of x. ചെറിയൊരു പോർഷൻ ആണ് ബൗണ്ടഡ് ഫംഗ്ഷൻ. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് f of x is bounded if there exists m such that modulus of f of x is less than or equal to m for all x belongs to D.